മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ, വബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ. എത്ര വലിയ പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്ന ശരീരമാവുക. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അതിലൊക്കെയും ക്ഷമിക്കാൻ തയ്യാറാകുന്ന ശരീരം ഒരുത്തരുണ്ടാവാം. അസ്വസ്ഥതപ്പെടാതിരിക്കുക എന്നർത്ഥം. മുഅ്മിനിന് അത് സ്വാഭാവികമായി നിരന്തരം വന്നുകൊണ്ടിരിക്കും. രസകരമായ ആസ്വാദികരമായ ജീവിതം അത് സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ സ്വർഗതുല്യമായ ഒരു ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ലഭ്യമാകുന്ന ആ നൈമിഷികമായ ജീവിതത്തിന്റെ ക്ഷണികമായ മുഹൂർത്തങ്ങൾ ചിലപ്പോൾ അലോസരപ്പെടുത്തും. കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ ഒരു ചെറുപ്പക്കാരനെ അവന്റെ ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴിച്ചു നോക്കിയിട്ട് മുസ്ലിമാണെന്ന് ഉറപ്പാക്കിയതിന്റെ ശേഷം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ആൾക്കൂട്ടം. ഇന്നാലിന്ന ആള് എന്നല്ല, ഒരു ആൾക്കൂട്ടം ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. എങ്ങനെ? അവൻ ധരിച്ച വസ്ത്രം അഴിച്ചു നോക്കിയിട്ട് അവൻ ചേലാകരണം ചെയ്തവനാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മുസൽമാനാണ് എന്ന് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം മുഹമ്മദ് അത്തർ ഹുസൈൻ എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് മൃഗീയമായി മർദ്ദിച്ചിട്ട്, ഒറ്റയടിക്കൊന്നും കൊല്ലല്ല, മൃഗീയമായി ഇങ്ങനെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് ആശുപത്രിയുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന് നരകയാതന അനുഭവിച്ചതിന്റെ ശേഷം മരണപ്പെട്ടു. മരണമൊഴി കൊടുത്തതിന്റെ ശേഷം ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത്. കാരണം വ്യക്താക്കിയത് തന്റെ പാന്റ് അഴിച്ചു നോക്കി എന്ന ചെറുപ്പക്കാരൻ മരണമൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മുസ്ലിമായ മനുഷ്യന് സ്വാഭാവികമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ക്ഷമയുള്ള ശരീരം മുസൽമാൻ ആവശ്യമാണ്. ആ ക്ഷമയുള്ള ശരീരം കൊണ്ട് അവൻ റബ്ബിന്റെ മുമ്പിലേക്ക് വരും. എപ്പോൾ? എല്ലാവരും പടച്ചതമ്പുരാന്റെ മുമ്പിൽ വരുന്ന ദിവസം അവനവന്റെ ക്ഷമയുള്ള ശരീരവുമായിട്ട് വരും. മുസൽമാനായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവനും ഷഹീദായവനും രക്തസാക്ഷിയായവനും രക്തസാക്ഷി എങ്ങനെ മരിച്ചോ അങ്ങനെ വരുമെന്ന റസൂല് പറഞ്ഞത്. അവൻ ഏത് രക്തത്തിൽ എത്രത്തോളം രക്തം അവന്റെ ശരീരത്തിൽ തൊഴിയോ അതേ രക്തത്തൊഴിയോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിൽ അവൻ കടന്നു വരും. എന്നിട്ട് അവന്റെ ക്ഷമയുള്ള ശരീരം കാണിച്ചിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവൻ സ്വർഗം ചോദിച്ചു മേടിക്കുമത്രേ. അത്രത്തോളം വലിയ പരിഗണനയുണ്ട് ക്ഷമയുള്ള ശരീരത്തിന്. ചെറിയൊരു അസുഖം ബാധിക്കുമ്പോഴേക്ക് അസ്വസ്ഥമാകുന്ന നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ മാറാൻ ഈ വാർത്തകളൊക്കെ നമുക്ക് ഉപയുക്തമാണ്. മഹാനായ ഹൂദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞല്ലോ, തന്റെ ജനതയോട് ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. മഹാനായ ഹൂദ് അലൈഹിസ്സലാം, നിങ്ങൾ ഈ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കളിമൺ പ്രതിമകളുടെ മുമ്പിൽ നിങ്ങൾ ഈ സാഷ്ടാംഗം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു മഹാനായ ഹൂദ് അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു, ഹൂദേ, ഇനിയും നീ ഞങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞാൽ, ഇനിയും നീ ഞങ്ങളുടെ ഇടയിൽ നിന്റെ ദൈവവിശ്വാസത്തെ നീ പ്രചരിപ്പിച്ചാൽ നിന്നെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യും. നിന്നെ ഞങ്ങൾ ക്രൂരമായ ശിക്ഷിക്കും, നിന്നെ ഞങ്ങൾ അപായപ്പെടുത്തും. ഇത് പറയുമ്പോഴാണ് മഹാനായ ഹൂദ് അലൈഹിസ്സലാം തന്നെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയ ആളുകളോട് പറഞ്ഞത്, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ ഹുവ ആഖിറുൻ ബിനാസിയതിഹാ. എന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞവരെ, എന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞവരെ, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിക്കാതെ നിങ്ങൾക്ക് എന്റെ മേലിലേക്ക് ഒരു പൂഴിമണൽ വാരിയിടാൻ കഴിയൂല. എന്താ കാരണം? വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ ഹുവ ആഖിറുൻ ബിനാസിയതിഹാ. ഈ ഭൂമിയുടെ മുകളിലുള്ള സകല സാധനങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും അല്ലാഹുവിന്റെ കയ്യൊപ്പുണ്ട്. പടച്ച റബ്ബുലാനവരുടെ നിറകണ്ടലയിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് തീരുമാനിക്കാതെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയൂലെന്ന് മഹാനായ ഹൂദ് അലൈഹിസ്സലാം. അതായത് നിങ്ങൾ എന്നെ കൊല്ലുമെങ്കിൽ എന്റെ റബ്ബ് പിടുത്തപ്പെട്ടിട്ടാണ്, എന്റെ റബ്ബ് നിങ്ങൾക്ക് അയവ് ചെയ്ത് തന്നത് കൊണ്ടാണ്. അള്ളാഹു തീരുമാനിച്ചു നിങ്ങൾ എന്നെ കൊല്ലണമെന്ന്. അതിൽ പരമതിലൊന്നുമില്ല. അള്ളാഹു തീരുമാനിച്ചു. കാരണം അവന്റെ പിടി നിങ്ങളുടെ ഒക്കെയും നിറകത്തലയിലുണ്ട്. നിങ്ങളുടെ മൂർധാവിൽ അള്ള പിടിച്ചിരിക്കുകയാണ് എല്ലാ ചുറ്റുജാലങ്ങളുടെയും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണോ? എന്റെ റബ്ബ് അത് തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്കതിൽ പ്രശ്നമില്ല. എന്റെ റബ്ബ് അങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ എനിക്കതിൽ കുഴപ്പമില്ലെന്ന് മഹാനായ ഹൂദ് അലൈഹിസ്സലാം
ഇതേ മനോഭാവം മുസ്ലിമായ മനുഷ്യരുണ്ടായേ തീരൂ. ക്ഷമയുള്ള ശരീരം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ വസ്തുത